السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبد الله ورسوله الصادق الأمين صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള വേദിയിലിരിക്കുന്ന മൊയ്ബുക്കാർ, വെൽക്കം അഷ്റഫ്ക്കാർ, മറ്റു സഹപ്രവർത്തകന്മാർ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അൽ ഹിക്മ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുന്ന മദ്രസ എന്ന അർത്ഥം വരുന്ന മദ്രസത്തുൽ ഹിമായത്തുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളും അവരുടെ രക്ഷിതാക്കളും ഈ സ്ഥാപനത്തെ നയിക്കുന്ന അതിൻ്റെ സാരഥികളുമെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു മഹനീയമായ, ഏറെ പ്രാധാന്യമർഹിക്കുന്ന സദസ്സിൽ ഏതൊരു വിഷയമാണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു വിഷയമാണോ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും കുട്ടികളുടെയും എല്ലാം ശ്രദ്ധയിൽ പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമലായി നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു കൂടിച്ചേരൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഒരുപാട് പരീക്ഷണങ്ങൾ, ഫിത്നകൾ, അധർമ്മങ്ങൾ, വഴിവിട്ട സഞ്ചാരങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടങ്ങളിലെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അറിവാണ്, വിജ്ഞാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അവിടെ മലക്കുകൾ ഒരു ആശങ്ക പറയുകയുണ്ടായി. എന്താണ് മലക്കുകൾ പറഞ്ഞത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെയാണോ അല്ലാഹുവേ നീ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അതിന് മറുപടി നൽകിയത് എങ്ങനെയാണ്? നമ്മളൊക്കെ പഠിച്ചതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറദഹും അലൽ മലായിക ഫഖാല അൻബിഊനി 'uni bi asma'i ha'ula'i in kuntum sadiqin.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സകല വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ശേഷം അത് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. മലക്കുകൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ പഠിപ്പിച്ച ഇൽമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഇൽമുമില്ല. അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അല്ലാഹു അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭൂമിയിൽ രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് മനുഷ്യർ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ, അതുമാത്രമല്ല അതിൽ നിന്ന് വിപരീതമായി അറിവ് നേടുകയും അത് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ഭൂമിയിൽ നന്മ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യം കൂടി മനുഷ്യർക്കുണ്ട്. ആ നിലക്ക് കൂടിയാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസാദ് ഉണ്ടാക്കും, മനുഷ്യൻ കുഴപ്പമുണ്ടാക്കും. അതേ സന്ദർഭത്തിൽ നന്മയുടെ വക്താക്കളായും മനുഷ്യൻ മാറും. അതിൻ്റെ ഉദാഹരണമാണ് ഈ വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ. ഇവിടെ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ യുവതലമുറയെ അധർമ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളാണ് ലോകത്ത് മഹാഭൂരിപക്ഷവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യം, മയക്കുമരുന്ന്, മറ്റു വൃത്തികേടുകൾ, ലൈംഗിക അരാജകത്വങ്ങൾ, അധാർമികത, മതനിരാസ പ്രവണതകൾ, നിരീശ്വരവാദം, അങ്ങനെയുള്ള മനുഷ്യനെ തീർത്തും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ആ നിലക്ക് ജനങ്ങളെ വാർത്തെടുക്കാനും വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനും ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് ദർശനത്തിൻ്റെ ആളുകൾ, വക്താക്കൾ പരിശ്രമിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. അവർ ബഹുദൈവാരാധന ഒഴിവാക്കണം. അവർ നല്ല ജീവിത രീതികൾ സ്വീകരിക്കണം. അവർ സത്യം മാത്രം പറയണം. അവർ ലൈംഗികമായ സദാചാരം വെച്ചു പുലർത്തുന്നവരായിരിക്കണം എന്നിങ്ങനെ തുടങ്ങി ഏറ്റവും നല്ലത് സമൂഹത്തിന് നൽകുവാനും ഏറ്റവും നല്ല രൂപത്തിൽ മക്കളെ, വിദ്യാർത്ഥികളെ, യുവതലമുറയെ വാർത്തെടുക്കുവാനും നല്ല മനുഷ്യരെ സൃഷ്ടിക്കുവാനും വേണ്ടിയുള്ള അധ്വാനങ്ങളും ഇവിടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യനിൽ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെല്ലാം മനുഷ്യൻ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അതിനുള്ള ഒരു കാരണം മലക്കുകൾ അന്ന് പറഞ്ഞതാണ്. എന്താണ്? മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം തന്നെ പറഞ്ഞത് അത്തജഅലു ഫീഹാ മൻ യുഫ്സിദ്, കുഴപ്പമുണ്ടാക്കുന്നവരാണല്ലോ അവർ, ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, രക്തം ചിന്തുന്നവരാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടി, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. പിന്നീട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇൽമു പഠിക്കാൻ നോക്കൂ, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞു. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഏതൊക്കെ ഇസ്മുകളുണ്ട് ആകാശഭൂമികളിൽ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അതൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹിഫ്ളാക്കി. ശരിക്കും ശ്രദ്ധിക്കുക, അതൊക്കെ ഹിഫ്ളാക്കി. എത്ര വേർഡുകൾ ഉണ്ടാകും. ചില ഉലമാക്കൾ പറഞ്ഞു എല്ലാ ഭാഷകളും പഠിപ്പിച്ചു എന്നാണ്. നമുക്കറിയാം, ഇന്ന് തന്നെ മനുഷ്യരിൽ പല ആളുകൾക്കും 10-ലധികം ഭാഷകൾ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. 20-ലധികം ഭാഷകൾ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അത്രയും ഭാഷകളിലെ അത്രയും വേർഡുകൾ ഹിഫ്ളാക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ പൂർവ്വകാലങ്ങളിലേക്ക് പോയാൽ ആ ഹിഫ്ളിന്റെ മെമ്മറിയുടെ വ്യാപ്തി വളരെയധികം വർദ്ധിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരുവിധം എല്ലാ ഭാഷകളും അറിയാമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാ വസ്തുക്കളുടെയും പേര് അതൊക്കെ ഹിഫ്ളാക്കൽ മാത്രമല്ല, അത് പറഞ്ഞു കൊടുത്തു. അലൽ മലായിക, മലക്കുകൾക്ക് ഈ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്, രക്തം ചിന്തലും കുഴപ്പമുണ്ടാക്കലും മാത്രമല്ല, അറിവ് നേടലും അത് പകരലും അത് പകർത്തലും എല്ലാം മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴെല്ലാം ഇൽമ നേടുന്ന ആളുകളുണ്ടോ അവിടങ്ങളിലെല്ലാം മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. അല്ലാഹു അതിനായി പ്രത്യേകം മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സദസ്സിലും ആ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിൽ, ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ, അല്ലാഹുവിൻ്റെ ദിക്റുകൾ പറയുന്ന സദസ്സുകളിൽ
അത് അന്വേഷിക്കാനായി പ്രത്യേകം മലക്കുകൾ ഉണ്ടാകും. അവർ ഈ സദസ്സ് കാണുമ്പോൾ മറ്റു മലക്കുകളെ വിളിച്ചുകൂട്ടും. ഹലുമോ ഇലാ ഹാജത്തിക്കും, മലക്കുകൾ വിളിച്ചു പറയും, എല്ലാ മലക്കുകളും വരൂ, ഇവിടെ ഇതാ നമ്മൾ അന്വേഷിക്കുന്ന ഒരു സദസ്സിതാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ദീനിനെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ എല്ലാ മലക്കുകളും അവിടെ ഒരുമിച്ച് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറിവ് തേടിക്കൊണ്ടുള്ള സദസ്സാണെങ്കിൽ ആകാശത്തോളം, ഒന്നാമത്തെ ആകാശം വരെ മലക്കുകൾ ചിറക് വിരിച്ചുകൊണ്ട് ആ സദസ്സിന്റെ മേലെയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നാം അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് നിറച്ചും നമ്മെ കൂടാതെ മലക്കുകളുണ്ട്. ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ വിരിച്ചുകൊണ്ട് മലക്കുകളുണ്ട്. എന്തിനാണത്? അറിവ് നേടുന്ന ആളുകൾ ഈ ലോകത്തിന് അനുഗ്രഹമാണ്, കുടുംബത്തിന് അനുഗ്രഹമാണ്, സമൂഹത്തിന് അനുഗ്രഹമാണ്, രാഷ്ട്രത്തിന് അനുഗ്രഹമാണ്. മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുവാൻ അറിവുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിവുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് തണൽ നൽകിക്കൊണ്ടും മലക്കുകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു സദസ്സായി ഈ സദസ്സ് മാറട്ടെ. ആ മലക്കുകളുടെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ലഭിക്കട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അതിൻ്റെ ഖൈറാത്തുകൾ കൊണ്ട് ഇരുലോകത്തും വിജയിക്കുവാൻ നമുക്കേവർക്കും സാധിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനാണ്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഈ മദ്രസയുടെ പേര് പോലും ഖുർആനിനെ സംരക്ഷിക്കുക, ഹിമായത്തുൽ ഖുർആൻ, ഖുർആനിനെ സംരക്ഷിക്കുക. എങ്ങനെ? ഖുർആനിനെ പഠിച്ച് മനസ്സിലാക്കി അവനവൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുക എന്നതാണ് അതിൻ്റെ ശരിയായ വിവക്ഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ, ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്. നാം അതിനെ സംരക്ഷിക്കും. ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നാം ചെയ്യുന്നത് ആ ഖുർആനിൻ്റെ ആശയങ്ങളെ പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നു. ഒരു വരാനിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാകുന്ന പണ്ഡിതന്മാരായി, നേതാക്കളായി, ആലിമ്യങ്ങളായി, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളായി, മുഫസ്സിറുകളായി, മുഹദ്ദിസുകളായി ഒക്കെ മാറുന്ന ഒരു സംഘം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകണം. അവർ നമ്മുടെ നാടിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകണം, ലോകത്തിന് തന്നെ മാർഗദർശനം നൽകാൻ കഴിയുന്നവരാകണം. അങ്ങനെയുള്ള വലിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന അതിമഹനീയമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇത് ഈ വിഷയത്തിലെ ഏറ്റവും ബേസായ ഹദീസാണ്. എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥാപനം ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, എൻജിനീയറിംഗ്, അതേപോലെ തന്നെ ഡോക്ടർ വിഭാഗം, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്, എൻജിനീയറിംഗ് സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലോകത്തുള്ള സ്ഥാപനങ്ങളിൽ വെച്ച് ഏറ്റവും മഹനീയമായ സ്ഥാപനം ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകളും കോളേജുകളും ഹിഫ്ള് സ്ഥാപനങ്ങളുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുർആൻ പഠിക്കുന്നതിനേക്കാളും പഠിപ്പിക്കുന്നതിനേക്കാളും ഉത്തമമായ മറ്റൊന്ന് വേറെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മൾ പണം ചെലവഴിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി പണം ചെലവഴിക്കണം. കാരണം ഒരാൾ ചെലവഴിക്കുന്ന ദിർഹമുകളിൽ, ദീനാറുകളിൽ, റുപ്പീസുകളിൽ, മറ്റു എന്ത് സമ്പത്താകട്ടെ, ഒരാൾ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉത്തമമായത് ഖുർആനിൻ്റെ വിഷയത്തിൽ ചെലവഴിക്കുന്ന പണമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ചെലവഴിക്കുന്ന പണമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനു വേണ്ടി, അതിന് സ്ഥലമെടുക്കാൻ വേണ്ടി, അതിന് ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും മഹനീയമായ വിദ്യാഭ്യാസം ഖുർആൻ പഠിക്കലാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കമ്മിറ്റി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ട്രസ്റ്റ് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രസ്റ്റാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സംഘടന ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന സംഘടനകളാണ്. ഒരു സംശയവും വേണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിനേക്കാൾ ഖൈറായ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും മഹനീയ വ്യക്തിത്വം ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിലെ ഏറ്റവും മഹനീയനായ വ്യക്തിത്വം, സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ മഹത്വമുള്ള ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തായിരുന്നു നബിയുടെ ഡ്യൂട്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നാം അയച്ചിരിക്കുന്നു. എന്താണ് നബിയുടെ ദൗത്യം? യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുക. അതല്ലേ ഹിഫ്ള് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്? ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു. തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. കുട്ടികൾ ആ തജ്വീദിന്റെ നിയമങ്ങളോടുകൂടി തന്നെ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ പഠിക്കുന്നു. അതാണ് യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് സ്വഹാബികൾ അത് ഹിഫ്ളാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണത്. പിന്നെയോ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നു. വെറും പാരായണമല്ല, പിന്നെയോ ഓതിക്കൊടുത്ത ആയത്തിൽ എന്താണുള്ളത്, എന്താണ് ഖുർആനിന്റെ ഉള്ളടക്കം, എങ്ങനെ ജീവിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്, അതനുസരിച്ചുള്ള മര്യാദകളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ച് എല്ലാ തെറ്റായ വഴികളിൽ നിന്നും എല്ലാ തെറ്റായ രീതികളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സംസ്കാര സമ്പന്നരായിരിക്കണം എന്നർത്ഥം. ശ്രദ്ധിക്കുക, സ്വഭാവം വളരെ മോശമാണ്, പെരുമാറ്റം വളരെ മോശമാണ്, എന്നാൽ ഖുർആനിന്റെ ആളാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഒത്തുപോവുകയില്ല. ശ്രദ്ധിക്കുക, കുട്ടികളും രക്ഷിതാക്കളും ഖുർആനിന്റെ പഠിതാക്കളും ശ്രദ്ധിക്കുക. ഖുർആൻ പഠിക്കുന്നവർ സംസ്കാര സമ്പന്നരായിരിക്കണം. കാരണം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ഖുർആനിക വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് തസ്കിയത്ത് ഉണ്ടാക്കുന്നു. തസ്കിയത്ത് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു, പരിശുദ്ധ ഖുർആനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണോ ഖുർആൻ അതായിരുന്നു നബിയുടെ ജീവിതം. എന്താണോ ഖുർആനിലുള്ളത് അതുപോലെയായിരുന്നു നബിയുടെ സ്വഭാവം, നബിയുടെ പെരുമാറ്റം. മാതാപിതാക്കളോട്, ഇണകളോട്, മക്കളോട്, അയൽവാസികളോട്, എല്ലാവരോടും എങ്ങനെ പെരുമാറണമെന്നാണോ ഖുർആൻ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് പെരുമാറുമ്പോഴാണ് യഥാർത്ഥ ഖുർആനിന്റെ പഠിതാവായി തീരുന്നത്. ഖുർആനും പഠിപ്പിക്കുന്നു, ഹിക്മത്തും പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിന്റെ പേര് അൽ ഹിക്മ എന്ന ട്രസ്റ്റാണ്. എന്താണ് അവിടെ അൽ ഹിക്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിലാണ് വിജ്ഞാനമുള്ളത്, അതിലാണ് തത്വജ്ഞാനമുള്ളത്. ഹിക്മ, അൽ ഹിക്മ. അതേപോലെ തന്നെ ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെട്ട പേരാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതാണ് പഠിപ്പിക്കപ്പെടേണ്ടത്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹിക്മത്തും ഖുർആനും സുന്നത്തും ഖുർആനും മറ്റു ഇൽമുകളും, അങ്ങനെ ദീനിയായ വിജ്ഞാനം ജനങ്ങളെ പഠിപ്പിക്കുക. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അല്ലാഹുവിന്റെ റസൂൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആരാണോ ഖുർആൻ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അവരാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ എന്നാണ്. ഇനി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് നാം ഖുർആൻ പഠിക്കണം? എന്തുകൊണ്ട് നമ്മുടെ മക്കളെയും ഖുർആൻ പഠിപ്പിക്കണം? ഈ വിഷയത്തിൽ നമ്മൾ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും അതീവമായ ശ്രദ്ധ പുലർത്തണം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്
എൻ്റെ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ചൈതന്യമുണ്ടാകും, ജീവനുണ്ടാകും, ആത്മാവുണ്ടാകും. അവർ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കും, അവർ എപ്പോഴും പ്രകാശത്തിലുമായിരിക്കും. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക്, അപ്രകാരം, ഔഹൈന ഇലൈക്, നബിയെ താങ്കളിലേക്ക് നാം വഹയായി നൽകിയിരിക്കുന്നു, റൂഹൻ മിൻ അംരിന, നമ്മുടെ കൽപ്പനയിൽപ്പെട്ട റൂഹ്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചത് ഖുർആനിനെ കുറിച്ചാണ്. ഖുർആനാണ് റൂഹ്, ഖുർആനാണ് ആത്മാവ്. ഖുർആൻ ഇല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണ് ഖുർആൻ ഇല്ലാത്ത മനുഷ്യൻ. മാ കുൻത തദ്രി മൽ കിതാബു വൽ ഈമാൻ, നബിയെ വേദഗ്രന്ഥം എന്താണ്, സത്യവിശ്വാസം എന്താണ് എന്ന് താങ്കൾക്ക് അറിവില്ലായിരുന്നു. വലാകിൻ ജഅൽനാഹു നൂറാ, എന്നാൽ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ, ഈമാനിനെ അല്ലാഹു പ്രകാശമാക്കി. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നാം ഉദ്ദേശിക്കുന്നവരെ ആ ഖുർആനിലൂടെ നാം മാർഗദർശനം നൽകുന്നു. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, ഈ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് നബിയെ താങ്കളും ജനങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ ആയത്ത് ശ്രദ്ധിക്കുക. സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആൻ റൂഹാണ്, പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇരുട്ടിൽ തപ്പേണ്ടി വരികയില്ല, ജീവിതത്തിൽ അവ്യക്തതകൾ ഉണ്ടാവുകയില്ല. ഏത് പരീക്ഷണങ്ങളിലും ഏത് പ്രതിസന്ധികളിലും അവർക്കൊരു റൂട്ട് കാണാൻ കഴിയും. അവർ തളരുകയില്ല, അവർ ചൈതന്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിൻ്റെ പഠിതാക്കളാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖൈർ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ദീനാണ്. ആ ദീന് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖുർആനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതവിഷയത്തിൽ അവർക്ക് ഫിഖ് നൽകും, മതവിഷയത്തിൽ അവർക്ക് അറിവ് നൽകും. അപ്പോൾ ഒരാളുടെ ഖൈർ മതത്തിൽ ഉള്ള അറിവാണ്. മതത്തിൽ എത്ര കണ്ട് അറിവുണ്ടോ അത്ര കണ്ട് അയാൾക്ക് ഖൈറുണ്ടാകും. അതുകൊണ്ട് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്, അറിവാണ് ഏറ്റവും പ്രധാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ചൈതന്യവും പ്രകാശവും ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം മീം ദാലികൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഒരു സംശയവും അതിൽ വേണ്ടതില്ല, ഹുദൽ ലിൽമുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഖുർആൻ മാർഗദർശനം നൽകുന്നു. ഏറ്റവും ശരിയായ റൂട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട്
ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വഴി തെറ്റൂല. ഏറ്റവും ശരിയായ റൂട്ടിലായിരിക്കും അവരുണ്ടാവുക. ഏത് വിഷയത്തിലും, ദുനിയാവിന്റെ വിഷയമാകട്ടെ, ദീനിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയത്തിലും ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ ഖുർആൻ പഠിച്ചവർക്കേ കഴിയൂ, ഖുർആനിന്റെ പഠിതാക്കൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നാം പഠിക്കൽ അനിവാര്യമാണ്. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുന്നു. ഹിയ അഖ്വം എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ നേരായ ഒരു വഴി പിന്നെ വേറെയില്ല. അപ്പോൾ ഏറ്റവും നേരായ വഴിയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നയിക്കുന്നത്. എന്നിരിക്കെ നമുക്ക് എങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിക്കാതിരിക്കാൻ സാധിക്കും? മൂന്നാമത്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, സന്തോഷവാന്മാരായിരിക്കും. ദുഃഖമോ പ്രയാസമോ സങ്കടങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അഥവാ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല, സാഹചര്യങ്ങൾ ഉണ്ടാകും, മനുഷ്യ ജീവിതം അങ്ങനെയാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന ചിന്തകൾ കൊണ്ട്, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്, പ്രതീക്ഷ കൊണ്ട്, തൃപ്തി കൊണ്ട്, ഈമാൻ കൊണ്ട് ആ ദുഃഖത്തെ, ആ വേദനയെ സന്തോഷമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് കടുത്ത ദുഃഖമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ ദുഃഖം മാറി സന്തോഷം വരാനുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതി എന്ന് തുടങ്ങുന്ന ദുആ. ആ ദുആ മുഴുവൻ ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ദുആയിൽ പ്രത്യേകമായി നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുമ്മ ജഅലിൽ ഖുർആൻ, അല്ലാഹുവേ നീ ഖുർആനിലാക്കണമേ, റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിന്റെ വസന്തം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാവണം. ഒരുപാട് പൂക്കളും ഒരുപാട് വർണ്ണങ്ങളും ഒരുപാട് സുഗന്ധങ്ങളും ഒരുപാട് നന്മകളുമുള്ള ഒരു വസന്തം, ഒരു വസന്ത കാലഘട്ടം എങ്ങനെയാണോ അതേപോലെ ഹൃദയത്തിൽ വസന്തമുണ്ടാകും ഖുർആനിലൂടെ. വനൂറ സദ്രി, എൻ്റെ നെഞ്ചിലെ പ്രകാശം, ഇരുട്ടുകളില്ലാത്തൊരു ഹൃദയം, അത് ഖുർആനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വജിലാഅ ഹുസ്നി, എൻ്റെ സങ്കടങ്ങൾ ഖുർആനിലൂടെ നീങ്ങിപ്പോകണം. ദഹാബ് എന്ന് പറഞ്ഞ സങ്കടം നീങ്ങിപ്പോവാണ്, അതിന് പിന്നെ അവിടെ സ്ഥാനമില്ല. അതേപോലെ തന്നെ വദഹാബ ഹമ്മി, എൻ്റെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകണം. വജിലാഅ ഹുസ്നി, എൻ്റെ സങ്കടങ്ങൾ നീങ്ങിപ്പോകണം. വദഹാബ ഹമ്മി, എൻ്റെ ഉത്കണ്ഠകളും നീങ്ങിപ്പോകണം. അപ്പോൾ ഖുർആനിലൂടെ അല്ലാതെ സങ്കടം മാറ്റാൻ കഴിയില്ല. അതിന് പ്രത്യേകിച്ച് മറ്റു ഡോക്ടർമാരെ തേടി പോയിട്ട് കാര്യമില്ല, മറ്റു മരുന്നുകൾ കുടിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലൂടെ അല്ലാതെ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല, ഖുർആനിലൂടെ അല്ലാതെ സങ്കടങ്ങൾ നീക്കാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വ്യക്തികളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 57, 58 വചനങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൻ നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിൻ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇതാ ഒരു നല്ല ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നെഞ്ചകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിനൊക്കെയുള്ള ശിഫയാണിത്, മരുന്നാണ്. ഖുർആൻ മരുന്നാണ്. നമുക്കറിയാം, ഇന്ന് മനുഷ്യരിൽ വലിയ ഒരു ശതമാനം ആളുകൾ പല ഇംഗ്ലീഷ് പേരുകളും പറഞ്ഞ് വിഷമിച്ച് കഴിയുകയാണ്. സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, ടെൻഷനാണ്. പലരും, പല ആളുകളും ഉപയോഗിക്കുന്ന വേർഡുകളെ തഖ്ലീദ് ചെയ്ത് അങ്ങനെ പറയുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് തോന്നുകയാണ്
ഞാൻ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാനസിക രോഗമുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് യാഥാർത്ഥ്യവുമാണ്. രണ്ടാണെങ്കിലും ശരി, മനുഷ്യന്റെ ഹൃദയത്തിലെ രോഗങ്ങൾ നീങ്ങിപ്പോകാനുള്ള മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുർആനാണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു അല്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ ഹൃദയങ്ങളെ സംവിധാനിച്ചതും റബ്ബല്ലേ? എങ്കിൽ ആ ഹൃദയങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ ഖുർആൻ കൊണ്ട് കഴിയുമെന്ന് അല്ലാഹു പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു വഹുദൻ, അത് മാർഗദർശനമാണ്, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് കാരുണ്യവുമാണ്. ശേഷം അല്ലാഹു പറയുന്നു, നോക്കൂ, ഖുൽ, പറയുക, ബിഫദ്ലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, ഇത് അല്ലാഹുവിന്റെ ഫദ്ലാണ്. മറ്റെല്ലാ ഫദ്ലിനേക്കാളും വലിയ ഫദ്ൽ ഖുർആനാണ്. വബിറഹ്മതിഹി, ഇത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫബിദാലിക ഫലിയഫ്റഹു, നിങ്ങൾ ആഘോഷിക്കുന്നുവെങ്കിൽ ഖുർആനിനെ കൊണ്ട് ആഘോഷിക്കണം. ഇന്ന് മനുഷ്യന്മാർക്ക് ആഘോഷിക്കാൻ എന്ത് ചെറിയ കാരണങ്ങളും ആഘോഷിക്കുന്നു. ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായാൽ ആഘോഷം, കല്യാണം ആഘോഷം, അതിൻ്റെ വാർഷികം ആഘോഷം, അങ്ങനെ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആഘോഷങ്ങളാണ്, ആഹ്ലാദമാണ്. ഒരു ബേസും അതിനുണ്ടാവില്ല, ഒരു ഗുണവും നൽകില്ല. പക്ഷെ മനുഷ്യർ ആഹ്ലാദിക്കാൻ അർഹതയുണ്ടെങ്കിൽ അതിനേറ്റവും യോജിച്ചത് ഖുർആനാണ്. അല്ലാഹു പറയുന്നത് ഫബിദാലിക ഫലിയഫ്റഹു, സന്തോഷിച്ചുകൊള്ളൂ. ഖുർആനിന്റെ പഠിതാക്കൾ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാം, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ, ഉമ്മയെ ഉപ്പയെ വിട്ടു നിൽക്കുന്നതിൽ, മറ്റു വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ക്ഷമയോടുകൂടി പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും ഹാപ്പി ആവാനാണ് അള്ളാഹു പറയുന്നത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അത് കൈകളിലുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് നമ്മുടെ റബ്ബാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവർ സന്തോഷിക്കണം. ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും സന്തോഷിക്കണം. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. സ്കൂളിലൊക്കെ പോകേണ്ട കാലത്ത്, വലിയ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടേണ്ട കാലത്ത് നിങ്ങൾ കുട്ടികളെ ഹാഫിളാക്കാൻ പറഞ്ഞയച്ചതാണോ? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണോ? ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ശരിയാണോ? അതൊക്കെ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അറബി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ പരിഹസിക്കുന്ന, കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്ന കുടുംബക്കാരെ കാണാം. നിങ്ങളത് അവഗണിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഏറ്റവും സന്തോഷവാന്മാരായിരിക്കേണ്ടത് ഖുർആനിന്റെ ആളുകളാണ്. ഫബിദാലിക ഫലിയഫ്റഹു, സന്തോഷിച്ചോളൂ. കാരണം ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായത് ഖുർആനാണ്. നിങ്ങൾ പൈസ കൂട്ടി വെക്കുന്നുണ്ടോ? അതിനേക്കാൾ ഖൈറായ ഒരായത്ത് പഠിക്കലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചത്, അങ്ങാടിയിൽ പോയി കുടുംബബന്ധം മുറിക്കാതെ, ഒരു തെറ്റും ചെയ്യാതെ, നല്ല തൊടുത്ത ഗർഭിണിയായ ഒരു ഒട്ടകത്തെ ലഭിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? ഒരു ചുവന്നു തൊടുത്ത ഒട്ടകത്തെ ഫ്രീ ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആഗ്രഹിക്കാതിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് പഠിക്കുന്ന ഒരു ആയത്ത്, ഒറ്റ ആയത്ത്, ഉദാഹരണത്തിന് അലിഫ് ലാം മീം, 286 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ് അലിഫ് ലാം മീം. ചുവന്നു തൊടുത്ത ഒരു ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണത്. വൽ അസ്ർ, ഒരായത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ആയത്താണ്. ഓരോ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ എത്ര ആയത്ത് പഠിക്കുന്നോ അത്രയും ഒട്ടകത്തിന് തുല്യമാണത്. അത്രയ്ക്ക് ഗാംഭീര്യമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്, അതിന്റെ ആയത്തുകൾ പഠിക്കേണ്ടത്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ദിനാറിനേക്കാളും ദിർഹമിനേക്കാളും എത്ര ആയത്ത് ഹിഫ്ളാക്കി എന്നുള്ളതാണ് പ്രധാനം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഖൈറായത് ഖുർആൻ ഹിഫ്ളാക്കലാണ്. നിങ്ങൾ ഹാഫിളുകളാണോ? അതനുസരിച്ച് ജീവിക്കുന്നവരാണോ? ലോകത്തിലെ ഏറ്റവും മഹനീയമായ വില കൂടിയ വിഭവമാണ് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ പ്രാധാന്യം വേറെ എന്തിനാണുള്ളത്? അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അതിന്റെ സ്ഥാപനത്തിന്റെ ആളുകളും ശ്രദ്ധിക്കണം. ഏറ്റവും ഖൈറായ ഒരു സ്ഥാപനമാണ് നിങ്ങൾ നടത്തുന്നത്. റഹ്മാനായ റബ്ബിന് പൊരുത്തമുള്ള,
റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള, പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കാൻ കാരണമായി തീരുന്ന കാര്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദല്ല ഇലാ ഖൈരിൻ കഫാഇലിഹി, മൻ ദല്ല ഇലാ ഖൈരിൻ കഫാഇലിഹി, ഒരു ഖൈറിലേക്ക് വഴി കാണിച്ചവൻ ആ പ്രവൃത്തി ചെയ്തവനെ പോലെയാണ്. ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കാണ്, പള്ളി എവിടെയാണ്? അയാൾ പുതിയ ആളാണ് നാട്ടിൽ, അയാൾക്ക് നമസ്കരിക്കണം, പള്ളി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറയാണ്, അതാണ് പള്ളി, നിങ്ങൾക്ക് ളുഹർ നമസ്കരിക്കാൻ അവിടേക്ക് പോകാം, പള്ളി കാണിച്ചു കൊടുത്തു. എങ്കിൽ ആ പള്ളിയിൽ പോയി നമസ്കരിച്ച ആളുടെ പ്രതിഫലം ഈ വഴി കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ഓഹരിയിൽ നിന്നും കുറച്ച് കളയുകയില്ല. ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് എത്ര ചെറുതാകട്ടെ, ചെയ്ത ആളുടെ അതേ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ആൾക്കുണ്ടാകും. എങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഓരോ കുട്ടിയും അലിഫ് എന്നോതുമ്പോൾ 10 കൂലിയാണ്, ലാം എന്നോതുമ്പോൾ 20 കൂലിയായി, മീം എന്നുകൂടി ഓതിക്കഴിഞ്ഞാൽ 30 കൂലിയായി. അങ്ങനെ ഓരോ കുട്ടിയും എത്ര ഹർഫ് പരിശുദ്ധ ഖുർആനിലെ ഹർഫുകൾ, അക്ഷരങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടോ അതിന് എത്രമാത്രം ഇരട്ടി കൂലിയുണ്ടോ ആ കൂലി പഠിപ്പിക്കുന്ന ഉസ്താദിന് ലഭിക്കും, പഠിപ്പിക്കുന്ന ഉസ്താദക്ക് ലഭിക്കും, ആ സ്ഥാപനം ഉണ്ടാക്കിയ വ്യക്തിക്ക് ലഭിക്കും, അതിനുവേണ്ടി ഓടി നടന്ന വ്യക്തികൾക്ക് ലഭിക്കും, അതിനുവേണ്ടി പണം ഇറക്കിയ ആളുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ പണം ഇറക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സ്ഥാപനം, നമ്മുടെ സ്ഥാപനം, അതിന് സ്ഥലമെടുത്തിട്ടുണ്ട്. വീണ്ടും വിദ്യാർത്ഥികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനും ഹദീസും ദീനും പഠിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ വർദ്ധിച്ചു. അപ്പോൾ അവരവരുടെ കുട്ടികളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നു. വിദ്യാർത്ഥികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥാപനം നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. ധാരാളം പണം അതിലേക്ക് ആവശ്യമുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളെല്ലാവരും ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായത് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അകമഴിഞ്ഞ് ഓരോ ആളുകളുടെയും അക്കൗണ്ടുകളെ, പോക്കറ്റുകളെ ബാധിക്കുന്ന രൂപത്തിൽ തന്നെ ആ നിലക്ക് അതിലേക്ക് നിങ്ങൾ നൽകണം, സദഖയായി നൽകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖുദു ഖൗമുൻ, ഒരു സംഘം ഇരിക്കുന്നു, ലാ യഖുദു ഖൗമുൻ, ഒരു സംഘം ഇരിക്കുന്നു, യദ്കൂറുനല്ലാഹ അസ്സ വജൽ, അവർ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്, റബ്ബിനെ സ്മരിക്കുകയാണ്, ദീന് പറയുകയാണ്. എങ്കിൽ ലഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയും, വഗശിയത്തുഹുമുർ റഹ്മ, കാരുണ്യവും അവരെ വലയം ചെയ്യും. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക റഹ്മത്ത് ഖുർആൻ പഠിക്കുന്നവരുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ ആ ബറക്കത്ത് കാണാൻ കഴിയും, യാതൊരു സംശയവും വേണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഗശിയത്തുഹുമുർ റഹ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഖുർആനിന്റെ പാരായണക്കാരെ പൊതിയും. അപ്പോൾ പിന്നെ പഠിതാക്കളുടെ കാര്യം പറയണോ? വനസലത അലൈഹിമുസ് സകീന, ഖുർആൻ പഠിക്കുന്നവരിൽ ഒരു പ്രത്യേക സമാധാനം ഉണ്ടാവും, ഒരു വഖാറുണ്ടാവും. ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അവർ നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കുന്നു, അതിരുവിടുന്നു, അവരെന്താണ് പറയുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു വഖാറില്ല, ബഹുമാനമില്ല, ആദരവില്ല. ആത്മാർത്ഥമായി ഖുർആൻ പഠിക്കുന്ന മക്കളിൽ സക്കീനത്ത് ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഖുർആനിൻ്റെ കൂടെ അവർക്ക് നിങ്ങൾ ഖുർആനിൻ്റെ വിജ്ഞാനം കൂടി പകർന്നു കൊടുക്കണം. വേർഡ് ബൈ വേർഡ് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പഠിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഖൈറാണ്. കാരണം ഖുർആനിൻ്റെ പഠിതാക്കളിൽ ഒരു പ്രത്യേക സക്കീനത്ത് ഉണ്ടാകും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വനസലത അലൈഹിമുസ് സകീന വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ശരിക്കും ശ്രദ്ധിക്കുക, ഇതിൽ പറഞ്ഞ ഓരോ കാര്യവും മഹത്വമേറിയതാണ്. അള്ളാഹു അവന്റെ അടുക്കലുള്ളവരോട് ഖുർആനിന്റെ പാരായണക്കാരെ കുറിച്ച്, പഠിതാക്കളെ കുറിച്ച് പറയുന്നതാണ്. ഇതേപോലെയുള്ള സദസ്സുകളെ കുറിച്ച് അള്ളാഹു പറയും. ആരാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്? ഹമലത്തുൽ അർശ്, അർശിന്റെ വാഹകരായ മലക്കുകളും പിന്നെ മലഉൽ അഅലയിലെ മലക്കുകളും. ഈ മലക്കുകളോട് ഈ സദസ്സിനെ കുറിച്ച് അള്ളാഹു പറയും. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു സദസ്സ്, ഈ കൂടിയിരുത്തത്തെ കുറിച്ച്, ഇവിടെ വന്നവരെ കുറിച്ച്
അള്ളാഹു പറയും മലക്കുകളോട്, കണ്ടോ, നിങ്ങളല്ലേ പറഞ്ഞത് രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ ഭൂമിയിൽ സൃഷ്ടിക്കണമെന്ന്. എന്നാൽ ആ സദസ്സിലേക്ക് നോക്കൂ, അവിടെ രക്തം ചിന്തലാണോ നടക്കുന്നത്? അവിടെ കുഴപ്പമാണോ ഉണ്ടാകുന്നത്? അതല്ല, അവർ ദീന് പറയുകയാണോ, ദീന് പഠിക്കുകയാണോ, നല്ലവരായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണോ? എങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവർ വ്യത്യസ്തരാണ് എന്നും മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർവ് നടിക്കുമെന്നാണ് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തത്, പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കൾ ഏത് വിഷയത്തിലും ഉൾക്കാഴ്ചയുള്ളവരായിരിക്കും. സൂറത്തു അൽ ജാസിയയിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യൂഖിനൂൻ. ഹാദാ, ഈ ഖുർആൻ, ബസായിറു ലിന്നാസ്, ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകും, അവരുടെ കണ്ണു തുറക്കാൻ അത് കാരണമായിട്ട് ഏത് വിഷയത്തിലും പക്വമായ നിലപാട് സ്വീകരിക്കാൻ പറ്റും ഖുർആനിന്റെ പഠിതാക്കളായാൽ. കാരണം ഖുർആൻ ബസായിറു ലിന്നാസ്, സകല മനുഷ്യരുടെയും കണ്ണുകൾ തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, അവരെ കൊണ്ട് ആലോചിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യൂഖിനൂൻ, കാരുണ്യമാണ്, മാർഗദർശനമാണ് ദൃഢവിശ്വാസികളായ ആളുകൾക്ക്. സൂറത്തു സുമറിലെ 27-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ, ഈ ഖുർആനിൽ നാം എല്ലാ തരം ഉപമകളും വിശദീകരിച്ചിരിക്കുന്നു. എല്ലാ തരം ഉപമകളും പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഏത് നിലക്കുള്ള വ്യാഖ്യാനങ്ങളും അല്ലാഹു ഉണ്ട് എന്നതിന് ഏത് സമൂഹത്തിന്റെ ഏത് തലത്തിൽ ഉള്ള വിദ്യാഭ്യാസപരമായ ഏത് തട്ടിലുള്ള ആളുകൾക്കും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ വുജൂദിനെ പരിശുദ്ധ ഖുർആനിൽ പല നിലക്കും വിശദീകരിക്കുന്നത് കാണാം. എന്തുകൊണ്ട് പരലോകം വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നത് കാണാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വ്യത്യസ്ത വഴികളിലൂടെ വിശദീകരിക്കുന്ന ശൈലി പരിശുദ്ധ ഖുർആനിനുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് തികഞ്ഞ ഉൾക്കാഴ്ചയുണ്ടാകും. ആറാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു കുടുംബത്തിനും എപ്പോഴും അള്ളാഹുവിൽ നിന്ന് ബറക്കത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ അൻആമിലെ 155-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊൻ വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദാ കിതാബുൻ, ഈ ഒരു ഗ്രന്ഥം ഖുർആൻ, അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതിന്റെ പാരായണം, അതിന്റെ പഠനം, അതനുസരിച്ചുള്ള ജീവിതം എല്ലാം ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫത്തബിഊ, നിങ്ങൾ ഖുർആനിനെ ഫോളോ ചെയ്യണം, ഖുർആനിന്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിക്കണം, ഖുർആനിൽ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഖുർആനിൽ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. അങ്ങനെ നിങ്ങൾ ഖുർആനിനെ പിൻപറ്റിയാൽ എല്ലാ ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാകും. വത്തഖൂ, അല്ലാഹുവിനെ ഭയപ്പെടണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ്. സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് പോലും നമുക്ക് കാണാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഇത് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ സാധിക്കുന്നത്ര സൂറത്തുൽ ബഖറയിൽ നിന്ന് പാരായണം ചെയ്യുക. മറ്റു ഭാഗങ്ങൾ പാരായണം ചെയ്യരുത് എന്നതിനർത്ഥമില്ല. എങ്കിലും എല്ലാ ദിവസവും ഒരല്പഭാഗം, ഒരു 2 പേജ് അല്ലെങ്കിൽ ഒരു 1/4 ജുസ്, അതിൽ കൂടുതൽ സാധിക്കുന്നവർ അങ്ങനെ സൂറത്തുൽ ബഖറയിൽ നിന്ന് പാരായണം ചെയ്യണം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന അഖ്ദഹാ ബറക, സൂറത്തുൽ ബഖറയെ മുറുകെ പിടിക്കൽ ബറക്കത്താണ്. സൂറത്തുൽ ബഖറയെ മുറുകെ പിടിച്ചാൽ ബറക്കത്തുണ്ടാവും. ഖുർആനിലെ ഒരൊറ്റ അധ്യായമാണത്.
അതിനെ മുറുകെ പിടിച്ചാൽ ബർക്കത്തുണ്ടാവുമെങ്കിൽ പിന്നെ മറ്റ് അധ്യായങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് നിർത്തിയില്ല. പിന്നെയോ അടുത്ത വാക്ക് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. എന്താണ്? സൂറത്തുൽ ബഖറയെ മൈൻഡ് ചെയ്യാതിരിക്കൽ വലിയ നഷ്ടമാണ്. സൂറത്തുൽ ബഖറയെ അവഗണിക്കുക, പാരായണം ചെയ്യാതിരിക്കുക, അത് നഷ്ടമാണെന്നാണ്. ഒരുപാട് ലാഭം ഇല്ലാതെയാകും സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ, നഷ്ടമാണ്. അതുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. 3, വലാ തസ്തതിഉഹൽ ബഖറ, സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് സൂറത്തുൽ ബഖറയുടെ ആളുകളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അള്ളാഹു പ്രൊട്ടക്ഷൻ തരും. കണ്ണേറിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അസൂയയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, സിഹ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ജിന്നുകളുടെ ശല്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അത്തരത്തിലുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും സൂറത്തുൽ ബഖറയിലുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയെ മുറുകെ പിടിക്കുന്നത് പോലും ബറക്കത്താണെങ്കിൽ, അതിനെ കൈയൊഴിയൽ നഷ്ടമാണെങ്കിൽ, മൊത്തം ഖുർആനിനെ മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിൽ എത്രമാത്രം ബറക്കത്തുകൾ ഉണ്ടാകും, അതിനെ ഒഴിവാക്കുന്നതിലൂടെ എത്രമാത്രം വലിയ നഷ്ടമുണ്ടാകും എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. 7ാമത്തത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അഹ്ൽ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ അല്ലെങ്കിൽ പ്രധാനികൾ, പ്രധാനപ്പെട്ടവർ എന്നൊക്കെയാണ് അർത്ഥം. സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മൻഹും, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, അവർ ഖുർആനിന്റെ ആളുകളാണ്. ആ ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ അഹ്ലുകാരും അള്ളാഹുവിന്റെ ഖാസ്സത്തുകളുമാകുന്നു. അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നവരാണ് ഖുർആനിന്റെ ആളുകൾ. അപ്പോൾ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവർ അതിൽ പെട്ടു, പഠിപ്പിക്കുന്നവർ പെട്ടു, മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ പെട്ടു, അതിന്റെ സ്ഥാപനത്തിന്റെ വക്താക്കൾ പെട്ടു, എല്ലാവരും പെട്ടു. കാരണം അവരൊക്കെ അഹ്ലുൽ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആനുമായിട്ടാണ് അവരുടെ ബന്ധം. എങ്കിൽ അവർ അള്ളാഹുവിന്റെ ആ അഹ്ലുകാരാണ്, ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ ഖാസ്സത്തുകളാണ്, പ്രത്യേകക്കാരാണ്. എന്താണ് അതിന്റെ ശറഹിൽ ഉലമാക്കൾ പറഞ്ഞത്? അവരുടെ ദുആക്ക് അള്ളാഹുവിന്റെ ഇജാബത്ത് ഉണ്ടാകും. കാരണം പ്രത്യേകക്കാരെ അള്ളാഹു പരിഗണിക്കാതിരിക്കുമോ? നമ്മളൊരാളെ, അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ, വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ നമ്മളത് നിവർത്തിച്ചു കൊടുക്കും, നമ്മളത് സാധിപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ല, പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ സഹായിച്ചല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അവരെന്റെ പ്രത്യേകക്കാരാണ്, എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അവരെനിക്ക് കൈയൊഴിയാൻ പറ്റില്ല, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകക്കാരാണ് ഖുർആനിന്റെ ആളുകൾ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അവർ വല്ലതിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നതാകുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാകണം, പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളാകണം. അതേപോലെ ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ ഉയർച്ച ഖുർആൻ പഠിച്ച ആളുകൾക്കാണ്, ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ മുജാദലയിലെ 11 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. യർഫഇല്ലാഹ്, അല്ലാഹു ഉയർത്തും. ആരെ? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെ, വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും. ദറജാത്തിൻ, ഒരു ദറജയല്ല, ദറജാത്ത്, പദവികൾ ഉയർത്തും. ഈമാനുള്ളവരെ, അറിവ് നൽകപ്പെട്ടവരെ. നമുക്കറിയാം ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഉമ്മുൽ ഇൽമ് എന്നറിയപ്പെടുന്നത് ഖുർആനാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രമാണ് ഖുർആൻ. സകല വേദഗ്രന്ഥങ്ങളും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് നൽകിയ എല്ലാ വിജ്ഞാനങ്ങളുടെയും കണ്ടന്റ് പരിശുദ്ധ ഖുർആനിലുണ്ട്. തൗറാത്തിലെ, ഇൻജീലിലെ, സബൂറിലെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട സുഹുഫിലെ എല്ലാ വിജ്ഞാനങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് മുഹൈമിനൻ അലൈ എന്ന് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. സകല വേദഗ്രന്ഥങ്ങളുടെയും മോഡറേറ്ററാണ് ഖുർആൻ.
ആ ഖുർആനിൽ എല്ലാ ഇൽമുകളുമുണ്ട്, എല്ലാ വിജ്ഞാനങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുർആനിൽ ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ്. ഖുർആനിൽ പറയാത്ത ഒരു വിഷയവുമില്ല. ഈ വേദഗ്രന്ഥത്തിൽ ഒന്നും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല. എല്ലാറ്റിന്റെയും വിശദീകരണമാണ് ഖുർആൻ. എല്ലാറ്റിന്റെയും തഫ്സീൽ, വ്യാഖ്യാനം ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, അതിൽ ഇൽമ നേടുക എന്നത് സകല വിജ്ഞാനങ്ങളെയും കരസ്ഥമാക്കുന്നതിന്റെ അടിസ്ഥാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാഫിഅ് ഇബ്നു അബ്ദുൽ ഹാരിസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. വകാന ഉമർ യസ്തഅമിലുഹു അലാ മക്ക. നാഫിഅ് ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ഗവർണറായി നിശ്ചയിച്ചതാണ് ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മക്കയിൽ കാണേണ്ട ആളെ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടപ്പോൾ, താങ്കളെ ഞാൻ മക്കയുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, താങ്കൾ എന്താണ് ഇവിടെ എന്ന് ആര് ചോദിച്ചു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്നിട്ട് ഇത്രയും ചോദിച്ചു, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, താങ്കൾ മക്കയിൽ നിന്ന് വന്നപ്പോൾ പകരക്കാരനായി ആരെയാണ് അവിടെ നിശ്ചയിച്ചത്? കാരണം താങ്കളുടെ ഉത്തരവാദിത്തമാണ് മക്കയെ സംരക്ഷിക്കൽ, അല്ലെങ്കിൽ മക്കയുടെ കാര്യങ്ങൾ നോക്കൽ, അവർക്ക് അറിവ് പകർന്നു കൊടുക്കൽ, അവർക്ക് ഇമാമായി നിൽക്കൽ, ഇതിനൊക്കെയാണ് താങ്കളെ ഏൽപ്പിച്ചത്. അപ്പോൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പകരക്കാരനായി ആരെയാണ് നിശ്ചയിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ, അബ്സയുടെ മകൻ ഇബ്നു അബ്സയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ അറിയില്ല. അദ്ദേഹം ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ആരാണ് ഈ ഇബ്നു അബ്സ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നാം മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, ഒരു അടിമയാണോ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? കാരണം അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നിലക്ക് പഠിക്കാനും ഒന്നുള്ള സാഹചര്യം ഉണ്ടാവില്ല. എന്നാൽ ഒരു നാടിന്റെ മക്കയുടെ ഉത്തരവാദിത്വം അതേപോലെയുള്ള ഒരാളെയാണോ ഏൽപ്പിച്ചത്? അപ്പോൾ നാഫിഅ് ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണെന്ന് അറിയാമോ? ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, ഖുർആൻ നന്നായി ഓതാൻ അറിയുന്ന ആളാണ്, ഖുർആനിൽ ഹിഫ്ളുള്ള ആളാണ്. തീർന്നില്ല, വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഭജിക്കണമെന്ന വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവനുമാണ്. വെറും ഒരു അടിമയല്ല, നന്നായി ഖുർആൻ അറിയാം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അതാണ് ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചിലരെ പദവികൾ ഉയർത്തുന്നു, മറ്റു ചിലരെ അല്ലാഹു താഴ്ത്തിക്കളയുന്നു. നമ്മൾ ഖുർആനിനെ പരിഗണിക്കുന്നവരാണോ, അല്ലാഹു നമുക്ക് ഉയർച്ച നൽകും. നമ്മൾ ഖുർആനിനെ അവഗണിക്കുന്നവരാണോ, നമ്മൾ അധപ്പതിച്ചു പോകും. വയളഉ ബിഹി ആഖരീൻ, ഖുർആൻ കാരണത്താൽ ചിലർ അധപ്പതിച്ചു പോകും. എന്താ കാരണം? ഖുർആൻ പഠിച്ച് അധപ്പതിക്കുകയാണോ? അല്ല, ഖുർആൻ പഠിക്കാതെ അധപ്പതിക്കുകയാണോ? ഔന്നിത്യം ഗൗരവതരമായി ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കാണ്. ഇഖ്ലാസോടുകൂടി ഖുർആൻ പഠിക്കുന്ന ആളുകളെ അല്ലാഹു ഉയർത്തും, ഭൂമിയിൽ അവർക്കാണ് പദവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്ക് ഈ ലോകത്തും പരലോകത്തും എല്ലാ ഉയർച്ചയും എല്ലാ വിജയവും പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ, എന്തിനാണ് ചെറിയ പ്രായത്തിൽ, ഇത് സ്കൂളിൽ പോകേണ്ട പ്രായമല്ലേ, അതേപോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രായമല്ലേ, നമ്മൾ ഇപ്പോൾ തന്നെ ഖുർആൻ പഠിക്കേണ്ടതുണ്ടോ? അതൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ കുറേ കുട്ടികളൊക്കെ ആയി വാർദ്ധക്യത്തിലെത്തി, ആ സമയത്ത് ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിലൊക്കെ പോയിരുന്ന് പഠിച്ചാൽ പോരെ, ഇപ്പോഴേ ഖുർആൻ പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നാം ആരംഭിക്കേണ്ടത് ഖുർആൻ പഠിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അൽ ആദാബു ശർഇയ്യ എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ മുഫ്ലിഹ് അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഖാലൽ മൈമൂനിയു സഅൽതു അബാ അബ്ദില്ലാഹ്, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, അയ്യുഹുമാ അഹബ്ബു ഇലൈക് അബ്ദഉ ഇബ്നി ബിൽ ഖുർആൻ ഔ ബിൽ ഹദീസ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളൊക്കെ കേട്ടിട്ടുള്ള മദ്ഹബിന്റെ വലിയ പണ്ഡിതനാണ്, വലിയ മുഹദ്ദിസാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എൻ്റെ മകനെ ഖുർആനാണോ പഠിപ്പിക്കേണ്ടത്, ഹദീസാണോ പഠിപ്പിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം? അദ്ദേഹം പറഞ്ഞു, ലാ ബിൽ ഖുർആൻ,
ഖുർആൻ കൊണ്ട് തുടങ്ങണം. കുട്ടിയെ ഹാഫിളാക്ക്, കുട്ടി ഖുർആൻ പഠിക്കട്ടെ. ഖുൽതു ഉഅല്ലിമുഹു കുല്ലഹ്. അദ്ദേഹം ചോദിച്ചു, മുഴുവൻ പഠിപ്പിക്കണോ, ഹാഫിളാക്കണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല അൻ യഅ്സുറ ഫതുഅല്ലിമഹു മിൻ. കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൻ ഹാഫിളാവട്ടെ. കാരണം എല്ലാവർക്കും ഹിഫ്ളാക്കാൻ കഴിയില്ല. ഹിഫ്ളാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, അവരെ ബുദ്ധിമുട്ടിക്കരുത്. എന്നാൽ ഹിഫ്ളാക്കാൻ കഴിവുള്ള കുട്ടികളാണോ എങ്കിൽ അവരെ മുഴുവനായി തന്നെ ഹാഫിളാക്കണം. ഇനി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ പറ്റ ഒഴിവാക്കരുത്. പിന്നെയോ സാധിക്കുന്നത്ര ഫതുഅല്ലിമഹു മിൻ, സാധിക്കുന്നത്ര അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾ തുടങ്ങേണ്ടത് ഖുർആൻ പഠിച്ചുകൊണ്ടാണ്. അതിലൂടെയാണ് അവർക്ക് ഖൈറുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ലി അഖ്ലാഖിർ റാവി വ ആദാബിസ് സാമിഅ എന്ന കിതാബിൽ ഇൽമു പഠിക്കുന്നതിന്റെ തുടക്കം എങ്ങനെ ആയിരിക്കണം അദ്ദേഹം പറയുന്നത്, യംബഗി ലിത്താലിബി അൻ യബ്ദഅ ബിഹിഫ്ളി കിതാബില്ലാഹി അസ്സ വജൽ ഇദ് കാന അജല്ലൽ ഉലൂമി വ ഔലാഹാ ബിസ്സബ്ഖി വത്തഖദീം. അദ്ദേഹം പറയുന്നത്, അറിവ് നേടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം പഠിക്കേണ്ടത് ഖുർആനാണ്. കാരണം എല്ലാ മഹനീയമായ ഇൽമുകളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ ഒരാളുടെ മെമ്മറിയിൽ ബറക്കത്ത് ഉണ്ടാകുന്നു എന്നാണ്. കാരണം അയാൾ മെമ്മറി ചെയ്യുന്നത് എന്താണ്? കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് സ്കൂളിൽ തീരെ മാർക്കില്ലാത്തൊരു കുട്ടി ഹാഫിളായതിനു ശേഷം വീണ്ടും നിങ്ങൾ അവനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു നോക്കൂ, അവന് നല്ല മാർക്ക് ഉണ്ടാവും, അവന്റെ ഹിഫ്ള് വർദ്ധിക്കും. കാരണം ഹൃദയസ്ഥമാക്കിയത് എന്താണ്? കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്, അത് മുബാറക്കാണ്. അതുകൊണ്ട് തന്നെ ഹിഫ്ളിൽ ബറക്കത്ത് ഉണ്ടാകും. ഹിഫ്ളിൽ ബറക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഹദീസ് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഹാഫിളായ ആളുകൾക്ക് പിന്നീട് ഹദീസ് ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. മറ്റേത് കാര്യങ്ങളും ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഖുർആനാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നത്, വഅവ്വലു മാ യുബ്തദഉ ബിഹി ഹിഫ്ളുൽ ഖുർആനിൽ അസീസ് ഫഹുവ അഹമ്മുൽ ഉലൂം വകാന السلف لا يعلمون الحديث والفقه إلا لمن حفظ القرآن. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഖുർആൻ ഹിഫ്ളാക്കലാണ്. സലഫുകൾ ഖുർആൻ ഹിഫ്ളില്ലാത്തവരെ ഹദീസ് പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആദ്യം ചോദിക്കും ഹാഫിളാണോ അല്ലെങ്കിൽ ഖുർആനിൽ ഹിഫ്ളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഹദീസ് പഠിപ്പിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ, അതിൽ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ തീരുമാനം ഒരിക്കലും തെറ്റല്ല, മറിച്ച് ഏറ്റവും ശരിയായ തീരുമാനത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് തുടങ്ങണം. അതിന്റെ ബറക്കത്ത് നമുക്കുണ്ടാകും. മറ്റെല്ലാ വിജ്ഞാനങ്ങളെക്കാളും ഖൈറും ബറക്കത്തും ഖുർആൻ പഠിപ്പിക്കുന്നതിലാണ്. അതുകൊണ്ട് തന്നെ മക്കളെ ആ നിലക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ അവരെ മറ്റാരെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വകവെക്കേണ്ടതില്ല. ഏറ്റവും ശരിയായ തീരുമാനം നിങ്ങൾ എടുത്ത തീരുമാനം തന്നെയാണ്. അതിലാണ് ബറക്കത്തുള്ളത് എന്നാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ അഖ്വാല് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഏതാനും ചില ഹദീസുകൾ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഇമാമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഏതാനും ചില വക്തുകൾ ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾ അവിടെ ഇമാമ് നിന്നിട്ടില്ല. ഒന്നുകിൽ യുദ്ധത്തിന് പോകുമ്പോൾ, യാത്രക്ക് പോകുമ്പോൾ പകരക്കാരനായി നിർത്തും എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലെ ഇമാമ് കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പള്ളിയിൽ ഇമാമ് നിൽക്കുക, ബാങ്ക് കൊടുക്കുക എന്നതൊക്കെ വളരെ മോശമായ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് പലരും കരുതുന്നത്. അവരെ വളരെ മോശക്കാരായ ആളുകൾ കാണുന്നു.
മാത്രമല്ല പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആളുകളെയും ബാങ്ക് വിളിക്കുന്ന ആളുകളെയും സത്യത്തിൽ ബാത്റൂം കഴുകാനും ടോയ്ലറ്റുകൾ കഴുകാനും പള്ളി വൃത്തിയാക്കുവാനും മാറാല തട്ടുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടിയുള്ള ഒരു ഡ്യൂട്ടി ഉള്ള ആളായി, അങ്ങനെ ഒരു ജോബായിട്ടാണ് നമ്മൾ അതിനെ പലപ്പോഴും കാണുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകൾ എന്നുള്ള നിലക്കാണ് ആ വേദിയെ അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്, ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് ഖുർആനിൽ ഏറ്റവും നല്ല അറിവുള്ള ആളുകളാണ്. അതിൻ്റെ പാരായണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉദ്ദേശം. ഫഇൻ കാനു ഫിൽ ഖിറാഅത്തി സവാഅൻ, ഇനി ഒരു പള്ളിയിൽ 2-3 ആളുണ്ട്, 3 ആളും ഒരേപോലെ ഖുർആൻ അറിയുന്നവരാണെങ്കിലോ ഫഅലമുഹും ബിസ്സുന്ന, കൂടുതൽ ഹദീസ് അറിയുന്ന ആളുകൾക്ക് പിന്നെ പരിഗണന കൊടുക്കണം. ഇനി അതിലും അവർ ഫഇൻ കാനു ഫിസ്സുന്നതി സവാഅൻ, അവിടെയുള്ള 3 ആളുകൾ അല്ലെങ്കിൽ 4 ആളുകൾ ഖുർആനിലും ഹദീസിലും ഒരേപോലെ അറിവുള്ളവരാണെങ്കിലോ എങ്കിൽ ഫഅഖദമുഹും സിൽമ, ഒന്നുകിൽ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഹിജ്റ വന്ന ആൾ ആദ്യം ആരാണോ അവരെ പരിഗണിക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ളവരെ പരിഗണിക്കണം. ഇങ്ങനെ പല മാനദണ്ഡമാണ്. പക്ഷെ ഒന്നാമത്തെ മാനദണ്ഡം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അഖറഉഹും ലികിതാബില്ലാഹ്, ഖുർആനിൽ കൂടുതൽ അറിവുള്ള ഹിഫ്ളുള്ള നന്നായി തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ ഇമാമായി നിൽക്കണം. കാരണം നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഖിറാഅത്താണ്, ഖുർആനാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ പര്യായപദമായിട്ട് ഹദീസിലും ഖുർആനിലും ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് രാത്രി നമസ്കാരത്തെക്കുറിച്ച് സൂറത്തുൽ മുസമ്മിലുള്ളത് ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഓതി തഹജ്ജുദ് നമസ്കരിക്കണം. അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കണം എന്നാണ്. പക്ഷേ അവിടെ ഉപയോഗിച്ച വേർഡ് ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നാണ്. ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ തഫ്സീർ? ഇന്ന സ്വലാത്തൽ ഫജ്രി, ഫജ്ർ നമസ്കാരം സാക്ഷ്യം വഹിക്കപ്പെടും. പക്ഷെ അവിടെ ഉപയോഗിച്ച വേർഡ് എന്താണ്? ഇന്ന ഖുർആനൽ ഫജ്ർ, ഖുർആൻ എന്നാണ് ഉപയോഗിച്ചത്. സൂറത്തുൽ ഫാത്തിഹ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വേർഡ് എന്താണ്? ഖസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി, നമസ്കാരത്തെ ഞാൻ വിഭജിച്ചിരിക്കുന്നു. സത്യത്തിൽ ഫാത്തിഹയെ വിഭജിച്ചു എന്നാണ് പറഞ്ഞത്, പക്ഷെ അവിടെ ഉപയോഗിച്ച വേർഡ് എന്താണ്? സ്വലാത്ത്. അപ്പോൾ നമസ്കാരവും ഖിറാഅത്തും വളരെ വലിയ ബന്ധമുണ്ട്. ഒരാളെ ഇമാമായി നിർത്തേണ്ടത് അയാളുടെ ഖുർആനിലുള്ള അറിവും തജ്വീദോടുകൂടിയുള്ള പാരായണവും പരിഗണിച്ചുകൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ ഖദിമൽ മുഹാജിറൂന അൽ ഉസ്ബ, മുഹാജിറുകളിൽ നിന്നുള്ള ആദ്യ സംഘം ഉസ്ബ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഖബ്ല മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് എത്തിയിട്ടില്ല, അതിനു മുമ്പേ ഒരു സംഘം അവിടെ എത്തി. കാന യഉമ്മുഹും സാലിമുൻ മൗല അബീ ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമയായ സാലിം, അദ്ദേഹമാണ് ഇമാമ് നിന്നത്. എന്താ കാരണം? വകാന അക്സറുഹും ഖുർആന, അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ ഖുർആൻ ഓതാൻ അറിയുന്നത്. നോക്കൂ നിങ്ങൾ, സ്വഹാബികളുടെ കൂട്ടത്തിൽ പോലും അവർക്ക് ഇമാമായി നിൽക്കാൻ പരിഗണിക്കുന്നത് ഖുർആനിൽ കൂടുതൽ അറിവുള്ള സ്വഹാബികളെയാണ്. അത് ഖുർആനിൻ്റെ മഹത്വത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു, 70ഓളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവരെ മറമാടുമ്പോൾ ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ലഹദിൽ, ഒരു ഖബറിൽ തന്നെ ഒന്നിലധികം ആളുകളെ മറമാടിയിരുന്നു. അങ്ങനെ മറമാടാൻ വേണ്ടി ഒന്നിലധികം ആളുകൾ കൊണ്ടുവരപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അവരെ ഖബറിലേക്ക് വെച്ചുകൊണ്ടിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അയ്യുഹും അക്സറു അസ്ദൻ ലിൽ ഖുർആൻ, ഈ 2 സ്വഹാബികളിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുന്നത്? നോക്കൂ, അവർ സ്വഹാബികളാണ്, ഷഹീദുകളാണ്, സ്വഹാബികളാണ്. എന്നിട്ടും അവർ മരിച്ചു കഴിഞ്ഞു. എന്നാലും ആർക്കാണ് കൂടുതൽ പരിഗണന? ഖുർആനിൽ ഹിഫ്ളുള്ള ഷഹീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖബറിലേക്ക് വെച്ചു, പിന്നെ രണ്ടാമത്തെ ആളെ. എന്താ കാരണം? ഷഹീദുകളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഷഹീദുകൾ ഖബറിലേക്ക് വെക്കുമ്പോൾ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ അവർക്ക് ആസ്വദിക്കപ്പെടുന്നു എന്നുള്ളത്.
അപ്പൊ ഖബറിലേക്ക് വെക്കുന്നത് ചെറിയൊരു കാര്യമല്ല, സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളിൽ ചിലതിലേക്ക് അവരെ വെക്കുകയാണ്. അപ്പോൾ ആരെ മുന്തിക്കണം? കൂടുതൽ ഖുർആൻ അറിയുന്ന ആള് ആദ്യം എന്ന് പറഞ്ഞാൽ ഖബറിൽ പോലും മുൻഗണന പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകൾക്കാണ്, ഖുർആനിന്റെ ആളുകൾക്കാണ്. സഹിഹായ ഹദീസിൽ കാണാം, കാലിന്റെ ഭാഗത്തുകൂടി ശിക്ഷയുടെ മലക്ക് ഖബറിൽ വരുമ്പോൾ തിലാവത്തുൽ ഖുർആൻ തടഞ്ഞു വെക്കുന്നതാണ്. ഖുർആൻ ഓതുന്ന ഒരാളാണെങ്കിൽ മലക്കിനെ ബ്ലോക്ക് ചെയ്യും, ഇതിലെ വരാൻ പറ്റൂല എന്ന് പറയും. ഇതിലെ ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കൂല, കാരണം ഖുർആൻ പാരായണം ചെയ്ത ആളാണ്. ശിക്ഷയുടെ മലക്കിനെ തടയും. തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണം. ഖബറിൽ രക്ഷ ഖുർആനാണ്. മുൻകർ നക്കീർ എന്ന മലക്കുകളുടെ 3 ചോദ്യമാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ മുൻകർ നക്കീർ മലക്കുകളുടെ 3 ചോദ്യങ്ങളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂലു സലാസ എന്ന വിഖ്യാതമായ ഗ്രന്ഥം, ചെറിയ റിസാല എഴുതിയത് പോലും ഈ 3 ചോദ്യത്തെ ആസ്പദമാക്കിയിട്ടാണ്. അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. അത് ഈ 3 ചോദ്യങ്ങളാണ്. നിന്റെ റബ്ബാരാണ്, നിന്റെ മതമേതാണ്, നിന്റെ പ്രവാചകൻ ആരാണ് എന്ന ഗംഭീരമായ 3 ചോദ്യം. ഈ 3 ചോദ്യത്തിനും ഉത്തരം പറയുന്ന ആളോട് മുൻകർ നക്കീർ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ അറഫ്ത്, ഇതെവിടുന്ന് പഠിച്ചു? എവിടുന്നാണ് ഈ ഉത്തരം പഠിച്ചത്? അതിനുള്ള മറുപടി എന്താണ്? ഖറഅതു കിതാബല്ലാഹ് വഅല്ലംതുഹു, ഞാൻ ഖുർആൻ ഓതി പഠിച്ചതാണ്. മറുപടിയാ, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ ഖുർആൻ ഓതി. വെറും ഓത്തല്ല, പിന്നെയോ വഅല്ലംതുഹു, ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റബ്ബ് ഏകനായ അല്ലാഹുവാണ്. ഞാൻ പിന്തുടരേണ്ടത് ഇസ്ലാം എന്ന മതത്തെയാണ്, ഞാൻ പിൻപറ്റേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെയാണ് എന്നെനിക്ക് ഖുർആൻ പഠിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നതാണ്, അൻ സദഖ അബ്ദി, മലക്കുകളോട് പറയും, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? സ്വർഗത്തിലേക്കൊരു വാതിൽ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കണം എന്ന് പറയും. ബർസഖിയായ ലോകാണ്, നമുക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആ വ്യക്തിക്ക് നോക്കിക്കാണാൻ പറ്റുന്നതാണ്. അള്ളാഹു ഒരു ഡോറ് തുറന്നു കൊടുക്കാൻ പറയും, അദ്ദേഹത്തിന്റെ സീറ്റ് സ്വർഗത്ത് കാണിച്ചു കൊടുക്കാൻ പറയും. സ്വർഗത്തിലേക്ക് ഖബറിൽ നിന്ന് എത്തി നോക്കുന്ന തീർന്നില്ല. ആ വാതിലിലൂടെ സ്വർഗത്തിൽ നിന്നുള്ള കുറച്ച് പഴങ്ങൾ, സുഖാനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാൻ പറയും. ഖബറിൽ വെച്ച് ആ വിശ്വാസി അത് കഴിക്കും. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് കൊണ്ടുവരാൻ പറയും. ഖബറിൽ ആ വിരിപ്പ് വിരിച്ചു കൊടുക്കും കിടക്കാൻ. അതേപോലെ തന്നെ മറമാടുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊടുത്ത 3 കഷ്ണം തുണി അത് മാറ്റാൻ പറയും. എന്നിട്ടോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുക്കും. ഇനി വേറെന്ത് വേണം? സ്വർഗത്തിൽ നിന്നുള്ള ഡ്രസ്സ്, സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം, രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലേക്ക് നോക്കിക്കാണാൻ ഒരു വാതിലും തുറന്നു കൊടുക്കും. ആർക്ക്? ഖറഅതു കിതാബല്ലാഹ് വഅല്ലംതുഹു, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്ത് ദീനനുസരിച്ച് ജീവിച്ച ആളാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ഖബറിൽ പോലും നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത് ഖുർആനിനോടുള്ള നമ്മുടെ സമീപനമാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി പരലോകത്തെത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സ്വർഗ്ഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട്, ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകളോട് പറയും, ഇഖ്റ, ഖുർആൻ ഓതാൻ പറയും, വർത്തഖി, കയറി പോകാൻ പറയും, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് സാവകാശം തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്തതുപോലെ സ്വർഗ്ഗലോകത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറയും. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, സ്വർഗ്ഗത്തിലെ നിന്റെ വീട്, നിന്റെ സീറ്റ്, നീ പാരായണം ചെയ്യുന്ന അവസാനത്തെ ആയത്ത്, നിനക്ക് എത്രയാണോ ഹിഫ്ള് ഉള്ളത് ആ ഹിഫ്ളിൽ അവസാനത്തെ ആയത്ത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെയുള്ള വീട്ടിലേക്ക് കയറാൻ പറയുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. അലിഫ് ലാം മീം മുതൽ ഓതാൻ പറയും, അല്ലെങ്കിൽ അമ്മ ജുസാണോ അവിടെ നിന്ന് ഓതാൻ പറയും. എവിടെ നിന്നാണോ ഹിഫ്ള് ഉള്ളത് അവിടെ നിന്ന് ഓതാൻ പറയും. സ്വർഗത്തിൽ വെച്ച് മനുഷ്യനോട് ചെയ്യാൻ പറയുന്ന ഒരേ ഒരു കാര്യം അതാണ്. നമസ്കരിക്കാൻ പറയൂല, നോമ്പ് നോൽക്കാൻ പറയില്ല, ഖുർആൻ ഓതാൻ പറയും.
എന്തിനാണ്? സ്വർഗത്തിലെ ദർജ നിശ്ചയിക്കുന്നത് ഖുർആനിലെ ഹിഫ്ളാണ്. എന്നിട്ട് പറയും ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയ, അവസാനത്തെ ആയത്ത്. അവിടുന്ന് അങ്ങോട്ട് അറിയില്ല എങ്കിൽ അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ സീറ്റ്. എന്നാൽ മുഴുവൻ അറിയാമോ? ഫാത്തിഹ മുതൽ നാസ് വരെ അറിയാമോ? ഫിർദൗസിലാണ്, ജന്നാത്തുൽ ഫിർദൗസിൽ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ യഥേഷ്ടം ഖുർആൻ എവിടെ നിന്ന് ചോദിച്ചാൽ ഓതാൻ പറ്റുന്നവർ, നല്ല ഇത്ഖാനുള്ള ഹിഫ്ളുള്ളവർ. ഇനി ഹിഫ്ളാക്കാൻ കഴിവില്ല, പക്ഷെ ചില ആളുകളുണ്ട് ഒരുപാട് ഖത്മ തീർത്ത ഒരുപാട് ആളുകളെ നമുക്കറിയാം. അവർക്ക് ഖുർആൻ ചിലപ്പോൾ തീരെ തെറ്റില്ലാതെ ഒരായത്ത് അതിനുശേഷം അടുത്ത ആയത്ത് അങ്ങനെ ഓതാൻ പറ്റില്ല. പക്ഷെ വേറൊരാൾ ഖുർആൻ എവിടെ നിന്ന് ഓതിയാലും ആ വ്യക്തിക്ക് അതിന്റെ ബാക്കി മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ നാവിൽ വരും. അത്രയും ഖുർആനുമായി പരിചയമുണ്ടെങ്കിൽ അവർക്കും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അവരാണ് ഖുർആനിൽ മഹാറത്തുള്ള ആളുകൾ. അവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ വഹി ഭൂമിയിലേക്ക് വരുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ വരുന്ന കുറേ മലക്കുകളുണ്ട്. അവരാണ് സഫറത്തുകൾ എന്ന് പറയുന്നത്. ഈ മലക്കുകളുടെ ഒക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലായിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിനേക്കാൾ ഉയർന്ന സ്ഥാനം എന്താണ്? ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ മേലെയാണ് അർശുർ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ അർശ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ നേരെ മേലെയാണ്, റബ്ബിന്റെ അർശിന്റെ നേരെ താഴെയായിരിക്കും ഖുർആനിൽ വലിയ അറിവുള്ള, ഖുർആനിൽ വലിയ ഹിഫ്ളുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്നത്ര ഹിഫ്ളാക്കുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിരന്തരം പാരായണം ചെയ്ത് ഖുർആനിന്റെ സാഹിബ്, ഖുർആനിന്റെ കൂട്ടുകാരൻ എന്നുള്ള ഒരു പേരെങ്കിലും ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മഹ്ശറിൽ സൂറെന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതുമ്പോൾ ഖബറിൽ നിന്ന് എല്ലാവരും എഴുന്നേൽക്കും പരിഭ്രാന്തരായിക്കൊണ്ട്. ആരാണ് ഉറക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് ചുറ്റിലും നോക്കുന്ന ഒരു രംഗമുണ്ട്. ആരെയും പരിചയം കാണുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. മനുഷ്യൻ ചോദിക്കുകയാണ് മാലഹ, എന്തു പറ്റി, ഇതെന്താണ്? അപ്പോൾ ഒരാൾ വരുന്നാണ്, ഒരു ക്ഷീണിതനായ യുവാവിന്റെ രൂപത്തിൽ. എന്നിട്ട് ചോദിക്കും, എന്നെ അറിയാമോ എന്ന് ചോദിക്കും. അറിയില്ല എന്ന് പറയും. അപ്പോൾ ഉള്ള മറുപടി എന്താണ്? അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്, നിന്നെ മഹ്ശറിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഖുർആനിന്റെ ആളുകളെ. പക്ഷേ സാഹിബുൽ ഖുർആൻ ആയിരിക്കണം. ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകും. മുന്നിൽ ആരുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും മുന്നിൽ ഉണ്ടാകുന്ന. ഖുർആന്റെ കൂടെ ഇങ്ങനെ നടക്കും. സൂറത്തു ആലി ഇംറാൻ, സൂറത്തുൽ ബഖറ ഒരു തണലായി കൂടെ ഉണ്ടാകും. എന്നിട്ട് മഹ്ശറിലെത്തി റഹ്മാനായ റബ്ബ് 50,000 വർഷത്തെ ദൈർഘ്യത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘമേലാപ്പിൽ മനുഷ്യരെ വിചാരണ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ റബ്ബിനോട് വാദിക്കും. സൂറത്തുൽ ബഖറ മുന്നിലുണ്ടാകും, സൂറത്തു ആലി ഇംറാൻ മുന്നിലുണ്ടാകും, വാദിക്കും ഈ വ്യക്തിയെ സ്വർഗത്തിലാക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ, മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിരന്തരം ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും പരലോകത്ത്. അത് സാഹിബുൽ ഖുർആൻ ഉള്ളതാണ്. അത് ഖുർആനുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത് അവിടെ കൊണ്ട് ഖുർആനിന്റെ ആളിൽ അവസാനിക്കുന്നില്ല. പിന്നെയോ ഖുർആൻ പഠിച്ച ആളുകളുടെ രക്ഷിതാക്കളെ വിളിക്കൂ. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഒന്നാമനായി, അങ്ങനെ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോൾ പൊതുവെ രക്ഷിതാക്കൾ പ്രശംസിക്കപ്പെടാറുണ്ട്. അവർക്കും എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. അവരും ആ സദസ്സിന്റെ മുന്നിൽ അല്ലെങ്കിൽ വേദിയിലേക്ക് വിളിക്കപ്പെടാറുണ്ട്. അതൊക്കെ വലിയ അഭിമാനമായി നമ്മൾ കാണുന്നു. ഇതേപോലെ ഖുർആൻ പഠിച്ച കുട്ടികളുടെ ഉമ്മയും വാപ്പയും പരലോകത്ത് പ്രത്യേകം പരിഗണിക്കപ്പെടുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ അമലാക്കിയ ഒരു മോനെ
കൊണ്ടുവരും. എന്നിട്ട് ഖുർആൻ അള്ളാഹുവിനോട് പറയും, യാ റബ്ബി ഹല്ലിഹി, അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ ആഭരണങ്ങൾ നൽകണേ. വിലപിടിപ്പുള്ള വസ്ത്രത്തിനും ആഭരണങ്ങൾ അണിയിക്കുന്നതിനുമാണ് അത് പറയുന്നത്. അങ്ങനെ ഫയുൽബസു താജൽ കറാമ, കറാമത്തിന്റെ കിരീടം, താജ് ആ കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കും. സുമ്മ യഖൂലു, ഖുർആൻ കൊണ്ടും പറയും, ഖുർആന്റെ ശുപാർശയാണ്, യാ റബ്ബി സിദ്, അല്ലാഹുവേ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറയും. യാ റബ്ബി ഇർളഅൻ, അല്ലാഹുവേ ഈ വ്യക്തിയെ തൃപ്തിപ്പെടണമേ. ഫയർളഅൻ, അല്ലാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ ഈ വ്യക്തിയെ തൃപ്തിപ്പെടണമേ. അള്ളാഹുവിന്റെ മർളാത്ത് ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഏറ്റവും മഹനീയമായ വിഭവം അവിടുന്ന് ലഭിക്കുന്ന പക്ഷിയുടെ മാംസമല്ല, അവിടുന്ന് കുടിക്കാൻ കിട്ടുന്ന വെള്ളമല്ല, അവിടുത്തെ വീടല്ല, അവിടുത്തെ ഇണകളുമല്ല. പിന്നെയോ സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ വിഭവം അള്ളാഹുവിന്റെ റിദ്വാനിന്റെ പ്രഖ്യാപനമാണ് എന്നാണ്. ആ റിദ്വാനിന്റെ പ്രഖ്യാപനത്തിന്റെ ഒരു വേദി ഉണ്ടാകും എവിടെ? സ്വർഗത്തിൽ. സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ സംതൃപ്തരാണോ? അപ്പോൾ സ്വർഗത്തിലെ ആളുകൾ പറയും, അല്ലാഹുവേ തൃപ്തിപ്പെടാതിരിക്കാൻ എന്തുണ്ട് ന്യായം? ഇത്രയും വിശാലമായ സ്വർഗം, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും സ്ഥാപിക്കപ്പെട്ട സ്വർഗം, മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? ഫുള്ളാണെന്ന് പറയും, ഞങ്ങൾ തൃപ്തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഇനി മുതൽ ഞാൻ നിങ്ങളോട് ദേഷ്യം പിടിക്കുകയില്ല, എന്റെ റിദ്വാൻ നിങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ സ്വർഗത്തിലെ മറ്റ് സുഖാനുഗ്രഹങ്ങൾ വിശ്വാസികൾ മറന്നുപോകും. കാരണം അള്ളാഹു പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, എന്റെയും നിങ്ങളുടെയും സ്രഷ്ടാവ്, നമ്മെ നരകത്തിലിട്ട് കരിക്കാൻ അധികാരമുള്ള റബ്ബ്, ഏതു തരം ശിക്ഷ നമുക്ക് നൽകാനും കഴിവുള്ളവനായ റബ്ബ് പറയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് ദേഷ്യം പിടിക്കുകയേ ഇല്ല, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ പ്രഖ്യാപനത്തോളം നമുക്ക് സമാധാനം നൽകുന്ന മറ്റൊരു വാക്കുണ്ടാവില്ല. കാരണം ഇനി അള്ളാഹു നമ്മളോട് കോപിക്കൂല. അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തു പോകില്ല, ഇനി ഒരിക്കലും മരണമില്ല, ഇനി ഒരിക്കലും രോഗമില്ല, എന്നെന്നും സ്വർഗത്തിൽ. ഇതിനേക്കാൾ മനുഷ്യ മനസ്സിന് സമാധാനം നൽകുന്ന എന്താണുള്ളത്? നമ്മുടെ സമാധാനം കെടുത്തുന്നത് ഒന്ന് രോഗം, അല്ലെങ്കിൽ ലഭിച്ച സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി, ആരെങ്കിലും നമ്മളെ കൊന്നുകളയുമോ എന്നുള്ള പേടി, ഇതൊക്കെയല്ലേ? അല്ലെങ്കിൽ മരണം. ഇതാണല്ലോ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ. സ്വർഗലോകത്ത് അതൊന്നുമില്ല. വാർദ്ധക്യമില്ല, ജരാനരകൾ ബാധിക്കുകയില്ല, മരണമില്ല, അവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകേണ്ടി വരികയില്ല. മറിച്ച് ഓരോ ദിവസം കൂടുന്തോറും സുഖാനുഗ്രഹങ്ങളുടെ വലിപ്പവും വിശാലതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലം? അനന്തമായ കാലം, ഒരിക്കലും അവസാനിക്കാത്ത കാലം. അതാണ് അല്ലാഹുവിന്റെ റിദ്വാൻ. ഈ റിദ്വാൻ ആർക്കാണ്? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആനിന്റെ ആളുകൾക്ക് അത് നൽകണം എന്നാണ് വാദിക്കുന്നത്. യാ റബ്ബി ഇർളഅൻ, അല്ലാഹുവേ നിന്റെ റിദ്വാൻ ഈ വ്യക്തിക്ക് കൊടുക്കണം. ഫയർളഅൻ, അല്ലാഹു തൃപ്തിപ്പെടും. ആരെ? സാഹിബുൽ ഖുർആനിനെ, ഖുർആനിന്റെ ആളെ. വേറെ വേണം? അൽഹംദുലില്ലാഹ്. അതിനുശേഷം ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിക്കും. എന്താണ് ആ കുട്ടിയുടെ പേര്? എന്ന പേരാണ്. ആ കുട്ടിയെ ഹിഫ്ളാക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർത്ത ആ ഉമ്മാന്റെ പേരെന്താണ്? ഇന്നാളാണ്. ആ ഉപ്പ ഏതാണ്? ഇന്നതാണ്. അവരെ വിളിക്കാൻ പറയപ്പെടും. കോടാനുകോടി മനുഷ്യന്മാർ ഉള്ള ഒരു വലിയ സദസ്സ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ ഈ മാതാപിതാക്കളെ പ്രത്യേകം കാണാൻ സാധിക്കുന്ന അള്ളാഹു ആദരിക്കും അവരെ. അങ്ങനെ ദുനിയാവിലെ വിഭവങ്ങൾ ഒന്നും മതിയാകാത്ത അത്രയും രണ്ട് ആഭരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. അതിന്റെ വില എത്രയാണെന്ന് ദുനിയാവിലുള്ള മുഴുവൻ സമ്പന്നരായ ആളുകളും ഒരുമിച്ച് കൂടി കാൽക്കുലേറ്റ് ചെയ്താലും അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂല.
അതിന്റെ മൂല്യം എത്രയാണ്? എത്ര രത്നങ്ങളാണ് അതിലുള്ളത്, എത്ര പവിഴങ്ങളാണുള്ളത്, എത്ര സ്വർണമാണ് അതിലുള്ളത്, അതിന്റെ വില എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. ലാ യുഖവ്വമു ലഹു അഹ്ലുദ് ദുനിയ എന്നാണ്. ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ആ ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്ത കിരീടത്തിന്റെ, ആഭരണത്തിന്റെ, വസ്ത്രത്തിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. അത്രക്ക് വില പിടിപ്പുള്ള വസ്ത്രം ഉമ്മാക്കും ഉപ്പാക്കും. ഇത് വേറെന്ത് പഠിപ്പിച്ചാൽ കിട്ടും? ഡോക്ടർ വിഭാഗത്തിന് പറഞ്ഞയച്ചാൽ ലഭിക്കുമോ? എഞ്ചിനീയർ ആക്കാൻ പറഞ്ഞയച്ചാൽ ലഭിക്കുമോ? ഇല്ല. അത് ഖുർആനിന്റെ പഠിതാക്കളായ മക്കളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കും, കാരണം എല്ലാ മനുഷ്യന്മാരും അവിടെ ഉണ്ട്, ഞങ്ങളെ രണ്ടാളെയും വിളിച്ച് എന്തിനാണ് ഇത്രയും വലിയൊരു ആദരവ്? അവർ ചോദിക്കും, ബിമ ഖുസീനാ ഹാദാ, എന്തിനാണ് ഞങ്ങൾക്ക് ഇത് നൽകപ്പെട്ടത്, എന്തിനാണ് ഞങ്ങളെ ഇത് അണിയിച്ചിട്ടുള്ളത്? ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ രണ്ടു പേരുടെയും കുട്ടി, അത് ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി, ഖുർആൻ പഠിച്ചില്ലേ? അതെ. അത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ? അതെ. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയൊരു ആദരവ് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ലഭിക്കും. തങ്ങളുടെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ രക്ഷിതാക്കൾക്ക് ശക്തമായ പ്രോത്സാഹനം നൽകുന്ന ഹദീസാണിത്. നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഹദീസാണിത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹനീയമായ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, ഇതിന്റെ സംഘാടകർ, നാം ഇതുവരെ വിശദീകരിച്ച ഖുർആനിക വചനങ്ങളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ 100% ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഭൂമിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഖുർആനിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പഠിച്ചും പഠിപ്പിച്ചും അതിലൂടെ ദീന് പഠിച്ചും മനസ്സിലാക്കിയും സ്വന്തത്തിന്, അതാണ് ഏറ്റവും ആദ്യം. നമുക്ക് തന്നെ നമ്മൾ ഉപകാരപ്പെടണം, ഖബറിലും മഹ്ശറിലും, പിന്നെ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ സൊസൈറ്റി. അതിന് പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്ന ധാരാളക്കണക്കിന് തെളിവുകൾ ഖുർആനിലൂടെ, ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കുക, ഖുർആനിന്റെ പഠിതാക്കളാവുക, നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. ഇതിന്റെ ഗൗരവം അറിയാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു മഹത്തായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ ഒരു സ്ഥാപനം, മദ്രസത്തു ഹിമായത്തുൽ ഖുർആൻ എന്നുള്ള ഈ ഒരു സ്ഥാപനം, അതിനുവേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ബുദ്ധിപരമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അവിടെയുള്ള അധ്യാപകന്മാർ, അധ്യാപികമാർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അവരുടെ രക്ഷിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖൈറാത്തുകളും ബറകാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാപനം ഇനിയും വിശാലപ്പെടേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ സേവനം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തുകയുടെ ആവശ്യം നമുക്കുണ്ട്. എല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം, സദഖകളും മറ്റും നൽകണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. بارك الله فيكم وجزاكم الله خير الجزاء.